സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സിറോ മലബാർ സഭ. അഴിമതി പണം പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് മദ്യനയത്തിന് പിന്നിലെന്ന് സഭയുടെ പ്രസിദ്ധീകരണമായ ലേറ്റി വോയ്സിന്റെ മുഖപ്രസംഗത്തിൽ വിമർശനം. ആദർശ സുധീരന്മാരെ പിന്തുണച്ചതിൽ സഭയ്ക്ക് കുറ്റബോധമെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. സർക്കാരിന്റെ മദ്യനിരോധനം കപട ആദർശവാദികൾ നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നുവെന്നാണ് സഭാമുഖപത്രമായ ലേറ്റി വോയ്സ് ആരോപിക്കുന്നത്. ജനങ്ങളുടെ കയ്യടി നേടാനുള്ള രാഷ്ട്രീയ ചവിട്ടുനാടകത്തിനപ്പുറം ഒന്നുമുണ്ടായില്ല മദ്യനിരോധനം കൊണ്ട്. മദ്യനയത്തിന്റെ പേരിൽ സഭയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും ചില ആദർശധീരന്മാരെ എഴുന്നള്ളിച്ച് നടത്തി. ഇതിൽ സഭയ്ക്ക് കുറ്റബോധവും പാപഭാരവുമാണ്. ബാറുകൾ പൂട്ടിയെങ്കിലും മദ്യവിൽപ്പനയിലോ ഉപഭോഗത്തിലോ കുറവില്ലെന്ന് കണക്കുകൾ നിരത്തി കത്തോലിക്ക സഭ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. വീടുകൾ ബാറുകളായി എന്നതു മാത്രമാണ് മദ്യനയത്തിന്റെ ബാക്കിപത്രം. ബാറുകളിൽ പോയി ഒരു പെഗ്ഗിൽ ഒതുക്കിയിരുന്നവർ വീടുകളിൽ ഒരു ഫുള്ളിലേക്ക് മാറിയെന്നും സഭ സർക്കാരിന്റെ മദ്യനയത്തെ പരിഹസിക്കുന്നു. അഴിമതി പണത്തിന്റെ വീതം വെക്കലിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന്റെ പിന്നാമ്പുറം. ഗ്രൂപ്പ് കളിയിൽ മുഖച്ഛായ നഷ്ടപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിനുള്ള കുൽസിത ശ്രമമായിരുന്നു ബാറുകൾ പൂട്ടിയ പ്രഖ്യാപനം. UDF സർക്കാരിന്റെ മദ്യനയത്തിൽ ആത്മാർത്ഥത തീരെയില്ല. അധികാരമോഹവും സ്വാർത്ഥതയും രാഷ്ട്രീയ നേട്ടവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും സഭാ മുഖപത്രം ആരോപിക്കുന്നു. മദ്യനിരോധനം വെറും വ്യാമോഹമാണെന്നും ബോധവൽക്കരണം വഴിയുള്ള മദ്യവർജനമാണ് അഭികാമ്യമെന്നും സഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ മദ്യനയം ഉയർത്തിക്കാട്ടി വോട്ട് നേടാനുള്ള UDFന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി സഭയുടെ നിലപാട്. മാത്രമല്ല, മദ്യനിരോധനമല്ല മദ്യവർജനമാണ് അഭികാമ്യമെന്ന ഇടത് നയത്തെ സഭാ നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സാലി മുഹമ്മദ്, കൊച്ചി. സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. UDFന്റെ ഭരണത്തിൽ സഭയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് കാതോലിക്ക ബാവ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ ഒരു വ്യക്തിയെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നും ബാവ വ്യക്തമാക്കി. ഒരുപാട് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അത് വസ്തുതയാണ്. അതിപ്പം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ സ്വയം എടുക്കുന്നൊരു, ഞങ്ങളുടെ എല്ലാ വോട്ടർമാരും അവനവൻ്റെതായ ഒരു നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് പോകുകയുള്ളൂ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, സമദൂര സിദ്ധാന്തമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളെ ഞങ്ങളെ കരുതുന്നു എന്നുള്ളവരോട് ഞങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാകാനാണ് സാധ്യത. നമ്മളൊരു പരസ്യമായിട്ട് അത് ആഘോഷിക്കുന്നുമില്ല, പറയുന്നുമില്ല. നമ്മൾ ഓർത്തഡോക്സ് സഭയെ പരിഗണിക്കണമെന്നുള്ള അതിനപ്പുറം വിട്ടൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. ഇന്ന ആൾക്ക് കൊടുക്കുകയെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് തപ്പി നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ഓർത്തഡോക്സുകാരനായിട്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF യാക്കോബായ സഭയെ അവഗണിച്ചുവെന്നും സഭയ്ക്ക് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. എന്നാൽ ഇടതുമുന്നണി അർഹമായ പരിഗണന നൽകി. ഇതിൽ സഭയ്ക്ക് സന്തോഷമുണ്ടെന്നും തോമസ് പ്രഥമൻ ബാവ പ്രസ്താവനയിൽ അറിയിച്ചു. കോലഞ്ചേരി, മാമലശ്ശേരി തുടങ്ങി വിവിധയിടങ്ങളിൽ വിശ്വാസികൾ കടുത്ത പോലീസ് പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സഭാ നേതൃത്വം ഇത് ഉയർത്തിക്കാട്ടിയില്ലെങ്കിലും വിശ്വാസികൾ പ്രതികരിച്ചാൽ സഭയ്ക്ക് ഉത്തരവാദിത്വമില്ലെന്നും തോമസ് പ്രഥമൻ ബാവ പറഞ്ഞു. ഏകപക്ഷീയമായി സീറ്റ് വിഭജിച്ചതിൽ പ്രതിഷേധിച്ച് KM മാണി UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. സീറ്റ് വിഭജനം ഫോണിലൂടെ നടത്തിയതിലുള്ള അതൃപ്തി ജോയ് എബ്രഹാം UDF നേതൃത്വത്തെ അറിയിച്ചു. സീറ്റ് വിഭജനത്തിൽ INTUCയോടുള്ള അവഗണന തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ മത്സരിക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. ഒരു സീറ്റ് അധികം നൽകണമെന്ന KM മാണിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളിയിരുന്നു. അധിക സീറ്റ് നൽകാനാകില്ലെന്ന് ദില്ലി ചർച്ചകൾക്കിടെ കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയും ഫോണിൽ വിളിച്ചറിയിക്കുകയും ചെയ്തതിലെ പ്രതിഷേധമാണ് UDFന്റെ അന്തിമ സീറ്റ് വിഭജന ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് KM മാണി പ്രകടിപ്പിച്ചത്. പൂഞ്ഞാർ സീറ്റിനെ ചൊല്ലി കോട്ടയം DCC അധ്യക്ഷൻ ടോമി കല്ലാനി നടത്തുന്ന പരസ്യ പ്രസ്താവനയിലും മാണിക്ക് അതൃപ്തിയുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത ജോയ് എബ്രഹാം മാണിയുടെ പ്രതിഷേധം UDF നേതൃത്വത്തെ അറിയിച്ചു. നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, കേരള കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഘടകകക്ഷിയുടെ ഒരു പ്രാദേശിക നേതാവ് അതിനെതിരായിട്ട് അവസരങ്ങൾ പറയുന്നത് ശരിയല്ല. ആ വിവരം KPC പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് INTUC നേതാക്കളെ പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമവും ഫലം കണ്ടില്ല. 18-ലധികം മണ്ഡലങ്ങളിൽ INTUC തനിച്ചു മത്സരിക്കും. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും INTUC തീരുമാനിച്ചു. അന്ന് 14 ജില്ലാ പ്രസിഡന്റുമാർ കൂടി തീരുമാനിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. UDFന്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. 2, INTUCക്ക് അർഹത അനുസരിച്ചുള്ള പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ നോമിനേഷൻ കൊടുക്കും. ഇതാണ് തീരുമാനം.
മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കർശന നിലപാടുമായി മുന്നോട്ടു പോകാനുള്ള INTUC തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർകോഴ കേസിൽ KM മാണി ഹൈക്കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. SP R സുഗേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്നും ഇത് പൂർത്തിയാകുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് ആവശ്യം. ആദിവാസി ഭൂമി കൈമാറ്റത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ആദിവാസി ഭൂമി സർവേയുടെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാനും ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണനും അനു ശിവരാമനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിച്ചു. PD ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെടൽ. പാലക്കാട് ജില്ലയിലെ ഷോളയാറിൽ ആദിവാസികൾക്ക് അർഹമായ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറ്റം ചെയ്യാൻ ഉമ്മൻചാണ്ടിയും അടൂർ പ്രകാശും ഇടപെട്ടു എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിജിലൻസിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവ് മന്ത്രിസഭായോഗം റദ്ദു ചെയ്തു. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 750 ഏക്കറാണ് ഹോപ്പ് പ്ലാന്റേഷന് റവന്യൂ വകുപ്പ് കൈമാറിയത്. ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. മെത്രാൻ, കരുണ എസ്റ്റേറ്റ്, സന്തോഷ് മാധവൻ ഭൂമി നൽകൽ എന്നീ വിവാദ ഉത്തരവുകൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഹോപ്പ് പ്ലാന്റേഷൻ ഉത്തരവ് റദ്ദു ചെയ്തിരിക്കുന്നത്. അതിനിടെ നിബന്ധനകളോടെ സർക്കാരിന് സൗജന്യ അരി വിതരണം നടത്താമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പുതിയ ഗുണഭോക്താക്കളെ ചേർക്കാൻ പാടില്ലെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് പുറത്ത്. ദേശീയ ഗെയിംസ് നടത്തിപ്പിന്റെ പേരിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി CAG കണ്ടെത്തി. സ്റ്റേഡിയം നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങിയതിൽ വരെ ദേശീയ ഗെയിംസിൽ കോടികളുടെ അഴിമതി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും പൂജപ്പുര ജയിലിലേക്ക് പോകാമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗെയിംസിൽ അഴിമതിയുണ്ടെന്ന് CNAG റിപ്പോർട്ടുണ്ട്. തീഹാർ ജയിലിലേക്ക് പോയ ദേശീയ ഗെയിംസിന്റെ നായകന്മാരെ പോലെ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് പോകേണ്ടി വരിക എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ആവേശോജ്വലമായ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കഴക്കൂട്ടത്തെ വോട്ടർമാർ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു തുടക്കം. നരേന്ദ്രമോദി ഗവൺമെന്റ് ദേശീയ രംഗത്ത് അധികാരത്തിലിരുന്ന് കൊല്ലും കൊലവിളിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. JNUയിലെ വിദ്യാർത്ഥികളെയും ആന്ധ്രാപ്രദേശിലെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും ഈ കാകബാലികന്മാർ കള്ളക്കേസ് കെട്ടിച്ചമച്ച് അത്യന്തം ക്രൂരമായ മർദ്ദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി അതിശക്തമായ പ്രതിഷേധ കൊടുങ്കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാറ്റിൽ നരേന്ദ്രമോദി പറന്നു പോകുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ, LDF നേതാക്കളായ പ്രകാശ് ബാബു, M വിജയകുമാർ, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി വ്യാപകമാക്കിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതുമുന്നണിയുടെ നയമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനിരോധനം പ്രായോഗികമല്ലെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ആന്റണി സർക്കാരിന്റെ ചാരായ നിരോധനം തുടർന്നുവന്ന ഇടതുമുന്നണി സർക്കാർ പുനഃസ്ഥാപിച്ചില്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ മദ്യവർജനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മദ്യവർജനം എന്ന് പറഞ്ഞാൽ മദ്യവർജന സമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം സമിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഞങ്ങൾ ഒരിക്കലും മദ്യം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജനം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന്റെ യശസ് തകർത്തെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിവാദങ്ങളും തർക്കങ്ങളുമാണ് UDF സർക്കാരിന്റെ മുഖമുദ്രയെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷത തകർക്കാനുള്ള BJP ശ്രമത്തെ തകർക്കുകയും അഴിമതി വിമുക്ത കേരളം കെട്ടിപ്പടുക്കുകയുമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് കോടിയേരി പറഞ്ഞു.
കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ UDF ഭരണം ജനങ്ങൾക്കൊരു ശാപമായി മാറിയിരിക്കുകയാണ്. ഇവിടെ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഭൂരിപക്ഷം മന്ത്രിമാർ അഴിമതി ആരോപണത്തിന് വിധേയമായ ഒരു മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 18 മന്ത്രിമാർക്കെതിരായിട്ടാണ് വിവിധ രൂപത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും കോടതിക്കകത്തും ഉയർന്നു വന്നിട്ടുള്ളത്. UDF സർക്കാർ കേരളത്തിന്റെ സമസ്ത മേഖലയും തകർത്തുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസുകാർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്ത സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടേത്. സംസ്ഥാനത്ത് RSS കോൺഗ്രസ് കൂട്ടുകെട്ടെന്നും കോടിയേരി പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDFന്റെ 5 വർഷക്കാലത്തെ ഭരണം ഒരു അഴിമതി ഭരണമാണ്. സാർവത്രികമായ അഴിമതി. എന്തിനും കൈക്കൂലി കൊടുക്കണം. കാര്യം നടക്കണമെങ്കിൽ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കൈമടക്ക് കൊടുക്കേണ്ടുന്ന ഒരു സംസ്ഥാനമായി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കേരളം മാറി. 5 വർഷം കൊണ്ട് നാം ഏറ്റവും കൂടുതൽ കേട്ടത് കുംഭകോണങ്ങളുടെ കഥകളാണ്. സോളാർ കുംഭകോണം, ഇതിനു മുമ്പ് കേട്ട എല്ലാ കുംഭകോണങ്ങളെയും വിസ്മരിപ്പിച്ചുകൊണ്ട് ലോകത്തെ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു കുംഭകോണമായി സോളാർ കുംഭകോണം ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കള്ളപ്പണക്കാരുടെ വിശദാംശങ്ങളുള്ള പാനമ രേഖകളിൽ മലയാളിയും സിംഗപ്പൂരിലുള്ള തിരുവനന്തപുരം സ്വദേശി ജോർജ് മാത്യുവിന്റെ പേരാണ് പുറത്തുവന്നത്. ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജോർജ് മാത്യുവിന് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡുകളിലെ കമ്പനികളുടെ പേരിൽ കള്ളപ്പണ നിക്ഷേപമുള്ളതായാണ് രേഖകളിൽ ഉള്ളത്. സിംഗപ്പൂരിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജോർജ് മാത്യുവാണ് പാനമ രേഖകളിൽ ഉൾപ്പെട്ട മലയാളി. അനധികൃത നിക്ഷേപത്തിന് സഹായമൊരുക്കുന്ന പാനമയിലെ നിയമസഹായ സ്ഥാപനം മൊസാക് ഫോർസെക്കയുടെ പുറത്തായ രേഖകളിൽ ജോർജ് മാത്യുവിന്റെ കേരളത്തിലെയും സിംഗപ്പൂരിലെയും വിലാസമുണ്ട്. എന്നാൽ 12 വർഷമായി വിദേശത്ത് താമസിക്കുന്ന തനിക്ക് ഇന്ത്യയിലെ നികുതി നിയമങ്ങളോ RBI ചട്ടങ്ങളോ ബാധകമല്ല എന്നാണ് ജോർജ് മാത്യുവിന്റെ വിശദീകരണം. അതേസമയം പാനമ രേഖകൾ പുറത്തു വന്നതോടെ വിവിധ രാജ്യങ്ങൾ ഇതു സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. 2G സ്പെക്ട്രം അഴിമതിയിൽ ഇടനിലക്കാരിയായ നീര റാഡിയയ്ക്ക് മൊസാക് ഫോർസെക്കയുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുവന്ന രേഖകളിൽ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും പേരുകളുണ്ടായിരുന്നു. എന്നാൽ ഒരിടത്തും കള്ളപ്പണ നിക്ഷേപം ഇല്ലെന്നാണ് ഇരു താരങ്ങളുടെയും വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ കോളോത്വയിൽ നെല്ലുവേലിൽ ജോസഫിന്റെ മകൻ റെജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ അൽദിവാൻ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് റെജി. മലയാളിയായ IT ഉദ്യോഗസ്ഥന്റെ മോചനവും കാത്തിരിക്കുകയാണ് കൂരാച്ചുണ്ട് നെല്ലിവേലിൽ ജോസഫിന്റെ കുടുംബം. മാർച്ച് 31 മുതലാണ് ജോസഫിന്റെ മകൻ റെജി ജോസഫിനെ ലിബിയയിലെ ട്രിപ്പോളിയിൽ നിന്ന് കാണാതാകുന്നത്. 2 വർഷമായി ലിബിയയിലുള്ള റെജി അൽദിവാൻ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സർക്കാർ പ്രൊജക്ടായ സിവിലിയൻ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ജോലിക്കിടെയാണ് റെജിയെയും മറ്റ് 3 പേരെയും കാണാതാകുന്നത്. തന്റെ സഹോദരന് അപായം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന വിവരമാണ് അവസാനം ലഭിച്ചതെന്നും പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ലെന്നും റെജിയുടെ സഹോദരൻ പറയുന്നു. ന്യൂസ് വന്ന് ആള് സേഫാണ്, കുഴപ്പമില്ല മീൻസ് എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇന്റലിജൻസ് അവരുടെ കീഴിലാണ് ആളുള്ളത്. എല്ലാവരും 4 പേര് ഒരുമിച്ചാണുള്ളത്. ആൾക്ക് അപായം സംഭവിച്ചിട്ടില്ല, ഇത്രയും മാത്രം. നേരത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭീഷണികൾ ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷ നൽകുമെന്ന കമ്പനി അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് റെജി വീണ്ടും ജോലിയിൽ തുടർന്നത്. മുഖ്യമന്ത്രി, വിദേശകാര്യ മന്ത്രാലയം, MP മാർ എന്നിവർ മുഖേന മോചനത്തിനായി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ മകന്റെ ജീവന് ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയിലാണ് റെജിയുടെ കുടുംബവും ഒപ്പം ഒരു ഗ്രാമവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.